അപ്പോൾ അതേ ഓഫീസിൽ നിന്ന് ഞാൻ വന്നുള്ളൂ. ഓഫീസിൽ നിന്ന് വന്നിട്ട് നല്ല കപ്പ ഉണ്ടായിരുന്നു, കപ്പയും മീൻകറി ഉണ്ടായിരുന്നു, ചാളക്കറി. അപ്പോൾ അതും കൂട്ടി കഴിച്ചതിന് ശേഷം ഞാൻ അതേ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് കുറച്ച് ആമസോണിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കയാണ് ഓർഡർ ചെയ്തേക്കണേ. എന്താ സാധനമാണെന്ന് ഞാൻ മിക്കപ്പോഴും അറിയാറില്ല. അപ്പോൾ ഇത്തവണ കൊണ്ടുവന്നിട്ട് ഇക്കാക്ക 2 ദിവസമായി പൊട്ടിക്കുന്നു പറയുന്നത്. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായില്ല. സോറി, ചുമയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ എല്ലായിടത്തും ഈ ചുമയും പനിയും എല്ലാ കാര്യങ്ങളും കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിറച്ചും ഇങ്ങനത്തെ ചുമയായിട്ടും പനിയായിട്ടും തലവേദനയായിട്ടൊക്കെ വന്ന ആൾക്കാരായിരുന്നു. അതോ നല്ല ക്യൂ ആയിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞോ, ഞാൻ കാഷ്വാലിറ്റിയിൽ 6 മണിക്കാണ് പോയത്. എന്നിട്ടും അവിടെ ക്യൂ ആയിരുന്നു. എല്ലാവരും ഒരേ രോഗത്തിന് തന്നെ ഉണ്ടായി നോക്കിയിട്ട് വന്നേക്കുന്നത്. പനി, ചുമ അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് മെയിനായിട്ട് വന്നേക്കണേ. അല്ലാത്തതൊക്കെ എന്താ പറയുക, അല്ലാതും പനിയുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ചുമ, പനി അങ്ങനെയുള്ള സെറ്റപ്പായിട്ടാണ്. അപ്പം എൻ്റെ മാറി തുടങ്ങിയിട്ടുള്ളൂ. ചുമക്ക് യാതൊരു കുറവില്ല കേട്ടോ. നമുക്ക് ഓരോ തവണ ചുമക്കുമ്പോഴും ശ്വാസം മുട്ടുന്നു അവസ്ഥയിൽ. അപ്പം നമുക്ക് ഇത് ഓരോന്ന് നോക്കാം. കാക്ക പറഞ്ഞു ഇതിലൊന്ന് എൻ്റെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുള്ളൂ. ഇതെൻ്റെ അല്ല ഗൈസ്, എന്തോ ബാറ്ററിയാണ്. കാണുന്നുണ്ടോ? എന്ത് ബാറ്ററിയാണെന്ന് വല്ല പിടുത്തൊന്നുമില്ല. ഓ, ഇത് ക്യാമറയുടെ ബാറ്ററി ഉണ്ടോ? നമ്മുടെ ക്യാമറയുടെ ബാറ്ററി ചെറുതായിട്ട് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആ ക്യാമറയുടെ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. ബാറ്ററി അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എടുത്ത് നോക്കാം. നമ്മുടെ ഏരിയയിൽ വരുന്നതല്ല, നമുക്കിത് അതേമാതിരി തന്നെ വെക്കാൻ കാക്കണം കേൾക്കും. ഇനി ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മൗത്ത് വാഷാണ്. നമ്മൾ കഴിഞ്ഞ വാങ്ങിച്ച മൗത്ത് വാഷ് കഴിഞ്ഞു. അത് പെട്ടെന്ന് കഴിഞ്ഞു. അത്ര ഡോസേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ്. ഇത്തവണ നമ്മൾ വാങ്ങിയത് ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏത് ഫ്ലേവറാണെന്ന് എനിക്ക് വലിയ അറിയില്ല. ഇതിപ്പോൾ വേറൊരു ഫ്ലേവറാണ് കേട്ടോ. ഇങ്ങനത്തെ 3 പാക്കാണ്. അപ്പം ഇനി നമുക്ക് ഇത്ര ഉള്ളു വരണം കേട്ടോ അൺബോക്സിങ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ സ്വന്തം കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ പാദസരമാണ് വരുന്നത്. ആണോ, ഇത് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇതാണ് പാദസരം. നമ്മൾ കാൽമിട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ 2 ലെയേഴ്സ് വരുന്ന ഉണ്ടോ, ഇതാണ് പാദസരം വരുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചെക്ക് ചെയ്തിട്ട് പ്രൈസും കാര്യങ്ങളും പറയാം കേട്ടോ. അധികം റേറ്റില്ല, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നോക്കട്ടോ. കിട്ടുന്നുണ്ടോ, കാണുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന രീതിക്ക് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കും കേട്ടോ. കസ്റ്റമൈസ് ചെയ്ത് റെഡിയാക്കാൻ നോക്കും. ഇതിപ്പോൾ ഒരു മോഡലാണ് പാദസരത്തിൻ്റെ. പിന്നെ അടുത്തത്
കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ജോഡി എവിടെയെന്ന് എനിക്ക് വലിയ പിടുത്തില്ല കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു പാദസരമാണ്. ഇത് ചെറിയൊരു കൊച്ചിന് വേണ്ടി ചെയ്തത് നമ്മൾ. കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ ഇത് തന്നെ നമുക്ക് ചെയിനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാദസരമാണ്. നമ്മൾ ഒരെണ്ണം എവിടെയാ എൻ്റെ മിസ്സായെന്ന് വലിയ പിടുത്തില്ല. ചെറിയ ചെറിയ മുത്തുകൾ വെച്ചിട്ടുള്ള ഒരു പാദസരമാണ്, കുട്ടി പാദസരം. കണ്ടോ, ഇനി ഇതെന്ന് പറയുന്നത് ഒരു ചെയിനാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ, ഹെയറിലേക്ക് ഹെയറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വലി ഇത് ഞാനല്ല മെയിനായിട്ട് ചെയ്യുന്നത്, ഫസ്റ്റിനെയാണ് ഇതിൻ്റെ മെയിനാണ്. ഇതിൻ്റെ തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് കൂടുതലില്ല, ഇത് ചെറുതാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഇതേപോലെ വരുന്നത് ചെറുതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെ വളരെ തീരെ ചെറുതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം ക്ലിപ്സാണ് കേട്ടോ, ചെറിയ ചെറിയ പിടുത്ത് കണ്ടുണ്ടോ, ഇതൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് വരുന്ന. ഇതൊക്കെ കൂടുതലും ഫസ്നാളെടുത്താണ്, കാരണം എനിക്ക് വലിയ പിടുത്തില്ല. കണ്ടോ, പിന്നെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതിന് തന്നെ വേറൊരു മോഡൽ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാദസരം ഉണ്ടോ, ഈ ഒരു പെയറാണ് വരുന്നത്. ഇത് നല്ല ക്രിസ്റ്റൽ ടൈപ്പ് മുത്തിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, നല്ല വേറെ ചെയ്യുമ്പോഴും അത്ര കുഴപ്പമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു പാദസരം ഉണ്ടോ. പിന്നെ ഇത് വരുന്നത്, ഇത് നമ്മൾ പാദസരമായിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ കൈച്ചെയിൻ നമ്മുടെ അടുത്ത് ഇതിൻ്റെ സെയിം നമ്മൾ കസ്റ്റമർ ചോദിച്ചു കാരണം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് കൈച്ചെയിനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതും വരുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു ബീഡ്സ് വരുന്ന ഒരു മോഡലാണ്. ഇത് നമ്മുടെ കസ്റ്റമർക്ക് പാദസരം കണ്ട് ഇഷ്ടമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അതേ ഈ ഒരു ക്ലിപ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഈ ഒരു മോഡലാണ് വരുന്നത്. ഇത് പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്തേക്കുന്നത്, ചെറിയതും വലുതുമായിട്ടുള്ള ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്തതാണ്. ഇത് നമുക്ക് അർജൻറ്റായിട്ട് വന്ന ഒരു വർക്കാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ഹെയർ ബാൻഡാണ്. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതാ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഇതിപ്പോൾ നിലവിൽ നമ്മളുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഡ്രസ്സിന് മാച്ചായിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ഒരു കൊച്ചിന് വേണ്ടി, ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തതാണ്, ചെറുതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെങ്കിലും പിന്നെ ഹെവി ആയിട്ട് നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു വർക്കാണിത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്തെടുത്ത കുറച്ച് വർക്കുകളാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായേ
ഏതൊക്കെ നിങ്ങൾക്ക് പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.